ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് മെൻ്റൽ ഹെൽത്ത്, പിന്നെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചും പിന്നെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ടാണ് ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. ഇന്നത്തെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് ഒരുപാട് ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു ഭയപ്പെടുന്നത്, എന്തിന് വേണമെങ്കിലും ഭയപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഇന്നത്തെ ജനറേഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് തന്നെ ജോലി ചെയ്താലും മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരുപാട് പ്രാമുഖ്യത ഉള്ളതാണ്. അതായത് ഇമ്പോർട്ടൻസ് ഒരുപാട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ മെൻ്റൽ ഹെൽത്ത് എങ്ങനെ ഉണ്ടാവണമെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ അതിന് കെയർ ചെയ്യണം. നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്ത് കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ബാധിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ പുറത്ത് കിടക്കുന്നതെന്ന് വെച്ചാൽ നല്ല നല്ല ഹാബിറ്റ്സ് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതായത് റീഡിങ് ഹാബിറ്റ് ആവാം, പിന്നെ കളിക്കുന്നതാവാം, പിന്നെ സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ശീലമാക്കാം. പിന്നെ പെയിൻറ്റിങ് ചിലവർക്ക്, പിന്നെ ഡ്രോയിങ്, പിന്നെ ജേർണൽ എഴുതുന്നത്, ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ആക്ടിവിറ്റീസ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്ത് നല്ലോണം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. കുറേ പേര് മെൻ്റൽ ഹെൽത്ത് എങ്ങനെയാണ് അത് വരുന്നതെന്ന് വെച്ചാൽ ഒരു ജീവിതത്തിലൊരു സിറ്റുവേഷന് നമുക്ക് ഹാൻഡിൽ ചെയ്യാതാവുമ്പോഴാണ്. അതായത് ഫോർ എക്സാമ്പിൾ ജോലി സ്ഥലത്തോ ഇല്ലെങ്കിൽ പഠിക്കുന്ന ഇടത്തിലോ ഇങ്ങനെ ചില നെഗറ്റീവായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് ഫേസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ വീട്ടിലുള്ളവർ, അതായത് പേരൻസ് ആവാം, പിന്നെ അടുത്തുള്ള സുഹൃത്താവാം, അതായത് ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ റൂംമേറ്റ്സ് ആവാം, ഫ്രണ്ട്സ് ആവാം. അപ്പോൾ ഫാമിലിയുടെ കൂടെ എപ്പോഴും ഒരു കോണ്ടാക്റ്റ് വയ്ക്കുന്നത് ഏറ്റവും നല്ല ഒരു ശീലമാണ്. എപ്പോഴും ഞങ്ങളുടെ പേരൻസിൻ്റെ കൂടെ ടച്ച് ചെയ്യുക. അപ്പോൾ ടച്ചിലുള്ളപ്പോൾ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു വഴി കാട്ടി തരുന്നതാണ് ഞങ്ങളുടെ മാതാപിതാക്കളാവാം. ചിലർക്ക് സുഹൃത്തുക്കൾ തന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട്, ചിലവർക്ക് ആ ബെസ്റ്റ് ഫ്രണ്ട് ഇല്ലാണ്ട് തന്നെ ജീവിതം മുന്നോട്ട് പോകാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. അപ്പോൾ ആ ബെസ്റ്റ് ഫ്രണ്ട് കൊണ്ടോ പിന്നെ പേരൻസ് കൊണ്ടോ നമ്മളുടെ ഒരു ചിന്താഗതി തന്നെ മാറ്റാനുള്ള കഴിവ് ഇവർക്കുണ്ടാവും. അപ്പോൾ നമ്മുടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഷെയർ ചെയ്യാൻ മറക്കാൻ പാടുള്ളതല്ല. എപ്പോഴും ടച്ചിലിരിക്കുമ്പോൾ നമുക്കൊരു ഉള്ളിലൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ ബിസിനസ് ടെൻഷൻ ആവാം. അപ്പോൾ പുറത്തിലത്തെ ഒരാളെ കൊണ്ട് ഒരു സജഷൻ എടുക്കുന്നതിലൂടെ തന്നെ നമുക്കൊരു വേർതിരിയിലൂടെ, അതായത് മറ്റൊരു സൈഡ് ഓഫ് ഫേസ് എന്ന് പറയുന്നത്, അതിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും എങ്ങനത്തെ രീതിയിലാണ് കൊണ്ടുപോവേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബിസിനസ്സിൽ ഒരാൾ ലോസിൽ കിടക്കുകയാണെന്ന് വെച്ചാൽ അതെങ്ങനെ ലോസിലൂടെ എങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റും, അങ്ങനെ ഒരു വഴി നമുക്ക് തുറന്നു കിട്ടും ജീവിതത്തിൽ. അപ്പോൾ എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, പോസിറ്റീവ് ആസ്പെക്റ്റ് വെക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നെഗറ്റീവ് ചിന്തകൾ ഉൾപ്പെടുത്താണ്ട് ഇരിക്കുക. നെഗറ്റീവ് ചിന്തകൾ ഞങ്ങളുടെ ജീവിതത്തിൽ വരാണ്ട് ശ്രദ്ധിക്കണം. എപ്പോഴും ബിസി ആയിട്ടിരിക്കണം. അതായത് നമ്മുടെ ഹോബീസായിട്ടാവാം, പിന്നെ
ഡേ ടു ഡേ ലൈഫിൽ ഉള്ള ഒരു ജോലി ടെൻഷനാവാം, പഠിത്തത്തിൻ്റെ ഒരു ചെറിയ ടെൻഷനാവാം, എക്സാമിനെ പറ്റിയിട്ട്, മാർക്സിനെ പറ്റിയിട്ട്, അങ്ങനെ. അപ്പോൾ നമ്മൾ ഒരു പാർട്ട്ണർ, ഇപ്പോൾ കല്യാണം കഴിക്കുന്നവർ, ഇപ്പോൾ കല്യാണം കഴിച്ചവർ, അതായത് ഭാര്യയ്ക്ക് ഭർത്താവാം, ഭർത്താവിന് ഭാര്യ ആവാം, അങ്ങനെ ലൈഫ് പാർട്ട്ണറുടെ കൂടെ ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ, ലൈഫിലത്തെ പ്രോബ്ലംസ് ഷെയർ ചെയ്യുമ്പോൾ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള വഴി തുറക്കപ്പെടും. അപ്പോൾ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് തോട്ട്സ്. അപ്പോൾ ഇങ്ങനെ ഒരു ലൈഫ് പാർട്ട്ണർ ആവാം, പിന്നെ പേരൻസ് ആവാം, സ്റ്റുഡൻസ് ആവാം, പിന്നെ ഫ്രണ്ട്സ് ആവാം, ബെസ്റ്റ് ഫ്രണ്ട്സ് ആവാം. ഇങ്ങനെ ഷെയർ ചെയ്യുന്നതിലൂടെ നമുക്ക് ഞങ്ങളുടെ ഒരു ജീവിതത്തിൽ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന സ്ട്രെസ്സ്, ടെൻഷനൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടും. പിന്നെ അതായത് പോസിറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. പോസിറ്റീവ് തിങ്കിങ് പറയുമ്പോൾ എപ്പോഴും പോസിറ്റീവ്, ജീവിതത്തിനെ പോസിറ്റീവ് രീതിയിലാണ് എപ്പോഴും ഞങ്ങൾ ഒന്ന് നോക്കേണ്ടത്. അതായത് പോസിറ്റീവ് തിങ്കിങ്ങിലൂടെ പോയാൽ തന്നെ നമുക്ക് നല്ല തോട്ട്സ് ഉണ്ടാവും. പിന്നെ നെഗറ്റീവ് തോട്ട്സ്, ഓവർ തിങ്കിങ് ഒക്കെ കുറയ്ക്കാനും ഇത് സഹായിക്കും. അപ്പോൾ പോസിറ്റീവായിട്ട് നോക്കുമ്പോൾ, അതായത് ഫോർ എക്സാമ്പിൾ ഇൻ്റർവ്യൂവിൽ ഒരു ഫീൽഡിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഉത്തരം കിട്ടാണ്ട് ടെൻഷനിൽ മറന്നേക്കാം. പിന്നെ വീട്ടിൽ വന്ന് ചിന്തിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് എനിക്ക് ഉത്തരം അറിയായിരുന്നു, ഞാൻ എന്തിന് പറയാൻ ശ്രമിച്ചില്ല, ഞാൻ എന്തിന് ഒരു ഇൻ്റർവ്യൂവറിനെ ഫേസ് ചെയ്തിട്ട് ആൻസർ പറഞ്ഞില്ല എന്നൊരു ചിന്താഗതി നമ്മളിൽ ഉണ്ടാവും. അപ്പോൾ അത് ഇനിയൊരു ഇൻ്റർവ്യൂ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഹോംവർക്ക് എടുത്തിട്ട് വേണം നമുക്ക് ഇൻ്റർവ്യൂ സ്കിൽസൊക്കെ പഠിച്ചിട്ട് ഇൻ്റർവ്യൂ ഫേസ് ചെയ്യേണ്ടത്. അപ്പോൾ ഡേ ബൈ ഡേ ഹോംവർക്ക് ചെയ്യുക. അപ്പോൾ സെൽഫ് ഇംപ്രൂവ്മെൻറ്റിനെ കുറിച്ച് അതിൽ ഒരു ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.